വാട്ടർ റിപ്രസെൻറ്റ്സ് ഹോപ്പ്. വെള്ളം പ്രത്യാശ തരുന്നു. കഴിഞ്ഞ ദിവസം ജീസസ് ദ ലിവിങ് വാട്ടർ ആണെന്ന് പറഞ്ഞ് അതിന് 2 ഗ്ലാസ് കഴിഞ്ഞ് 3-ാമത്തെയാണ് ഇന്ന് എടുക്കുന്നത്. ദൈവത്തിൻ്റെ വെള്ളം നമുക്ക് പ്രത്യാശ. മനുഷ്യൻ സൂയിസൈഡ് ചെയ്യുന്നത് പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴാണ്. കുടുംബങ്ങളിൽ കലഹം, നുണ കയറിയിട്ട് മനുഷ്യൻ ഭാര്യ ഭർത്താക്കന്മാരും വഴക്കുണ്ടാക്കുന്നു. ചില ഇന്നസെൻ്റ്, ഞാൻ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്, അത് നമുക്കറിയാവുന്ന ഒരു ഫാമിലിയാണ്. അവർ നന്നൂർ സ്ഥലത്ത് താമസിക്കുന്നവരാണ്. അപ്പം അവിടെ ഒരു ഭാര്യയും ഭർത്താവും പ്രായമുള്ളവരായിരുന്നു. ആ മനുഷ്യന് സുഖമില്ല. ആ സുഖമില്ലാത്തപ്പോൾ ഒരാളെ അവിടെ നോക്കാനായിട്ട് ഒരു പുരുഷനെ ഏൽപ്പിച്ചു. അയാളാണ് പിന്നെ വീട്ടിലെ കാര്യമെല്ലാം നോക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ അങ്ങ് മരിച്ചുപോയി. അപ്പോൾ ഈ സ്ത്രീ തന്നെയായി. ഇവരുടെ മോഹനുണ്ട്, അവൻ ദൂരെയാണ്. അപ്പോൾ ഇവർ തന്നെയായി, ആരുമില്ല അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ. അപ്പം പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഈ പുരുഷൻ ഈ മരിച്ചുപോയ ഈ മനുഷ്യനെ നോക്കിയ ആൾ ആ വീടിൻ്റെ അധികാരിയായിട്ട് ഇപ്പം നിൽക്കുകയാണ്. ഒരു ദിവസം നമുക്ക് ഫോൺ കോൾ വരികയാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്താണ് നമുക്കവിടെ ഒരു സ്ഥലമുണ്ട്. ആ വീടിൻ്റെ അപ്പുറത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ അവരെ വിളിച്ചു വന്ന്, ഇവിടെയുള്ള ഈ സ്ത്രീ എപ്പോഴും നിങ്ങളുടെ വീട്ടിലോട്ട് കടന്നു വരുന്നുണ്ട്. അതെ, ഞാനും അവരും കൂടെ വളരെ അടുത്ത ബന്ധമാണ് കുറേ നാളായിട്ട്. അതുകൊണ്ട് അവർ അങ്ങപ്പുറത്തോട്ട് നിങ്ങളുടെ വീട്ടിൽ വരുന്നത് സമ്മതിക്കരുതെന്ന് പറഞ്ഞു. കേട്ടപ്പോൾ എന്തോ ഒരു പ്രയാസം എനിക്ക് തോന്നി. അയാൾ നമ്മളെ അറിയാൻ വയ്യാത്ത ഒരാൾ നമ്മളെന്തിനാണ് വിളിച്ചത്? ഞാൻ അനങ്ങാൻ പോയില്ല. ഡോക്ടറാണെങ്കിൽ എടുപ്പത്ത് നിന്ന് എടുത്ത് ചാടൂല. വളരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ദിവസം വരും. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ അയാൾ പറയുന്നത് അയാളുടെ ഭാര്യ എന്നിട്ട് അയാളുടെയും ആ സ്ത്രീയുടെയും പടം ഒന്നിച്ചുള്ളത് നമുക്ക് വാട്സപ്പിൽ അയച്ചും തന്നു. അപ്പോൾ നമുക്ക് തോന്നി എന്തോ പന്തികേട് അവിടെ ഉണ്ട്, ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, നീ അറിയുന്നുണ്ട് കർത്താവ് എന്തോ അതിനകത്തെ രഹസ്യം എന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ സാധാരണഗതിയിൽ ഞാൻ ഇടപെടും പെട്ടെന്ന്, പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അനങ്ങിയില്ല. പിറ്റേ ദിവസമായപ്പോൾ ഡോക്ടറോട് നമ്മുടെ അവിടെ താമസിക്കുന്ന ആളിനോട് ചോദിച്ചു, എന്താ പ്രശ്നം ചോദിച്ചപ്പം ആ മനുഷ്യനിപ്പോൾ ആ വീട്ടിൽ ആ സ്ത്രീയുമായിട്ട് അടുപ്പം. അപ്പോൾ നമ്മളോടും വിളിച്ചത് നമ്മൾ ബന്ധമുണ്ട്, അതുകൊണ്ട് എനിക്കവിടെ അവകാശമുണ്ടെന്ന് പറഞ്ഞ് അയാൾ നിൽക്കുകയാണെന്ന്. അപ്പം നമുക്കത് കേട്ടപ്പം പ്രയാസം തോന്നി. കാരണം ഇന്നലെ വന്ന ഒരു മനുഷ്യൻ അയാളെ ഇവിടുത്തെ ഭർത്താവെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇരിക്കാൻ തുടങ്ങിയ പ്രശ്നമാകത്തില്ല. ഏതായാലും നമ്മുടെ അടുത്ത് താമസിക്കുന്ന ആളെ വിളിച്ച് പോലീസിനെ വിളിച്ചുകൊണ്ട് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇയാൾ ചുമ്മാ നുണ പറഞ്ഞിട്ട് അവസാനം അവകാശം ഇവരുടെ സ്വത്തെടുക്കാൻ വേണ്ടിയുള്ള വേലയാണ്, അവനെ അവിടുന്ന് ഓടിച്ചു വിട്ടു. എത്ര കുടുംബങ്ങളാണ് ഇതുപോലെ കഷ്ടത്തിൽ കഴിയുന്നത്? എത്ര കുടുംബങ്ങൾ. മനുഷ്യൻ സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താ? നമ്മൾ വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കും, അവൻ അവസാനം നമ്മുടെ തല കൊണ്ടുപോകുക. ആരെ വിശ്വസിക്കാവുന്ന ഒരു കാലം. ആ ഒരു കാലയളവിൽ മനുഷ്യന് ഹോപ്പ് അല്ലെ പ്രത്യാശ നഷ്ടപ്പെടും, മനുഷ്യൻ സൂയിസൈഡ് ചെയ്യും. അങ്ങനെ എത്ര കഥകളാണ് ഓരോ ദിവസവും ഈ പ്രാർത്ഥനയ്ക്കെന്നും പറഞ്ഞ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യാശയും വിശ്വാസവും ആ ദൈവത്തിൻ്റെ വിശുദ്ധിയും ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ഒരിടത്തും വരുന്നില്ല. ഇക്കാലത്തിൽ നമുക്ക് നമ്മുടെ ഭവനത്തിലുള്ളവരെ പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാൻ കൊള്ളത്തില്ല. അതുപോലെ മ്ലേച്ഛതയുടെ ഒരു ലോകത്തിലാണ്. ആ പ്രത്യാശ തരണമെങ്കിൽ, ജീവൻ നദിക്കാതെ കുളിക്കണമെങ്കിൽ, ജീവൻ്റെ ആത്മാവെന്ന് ക്രിസ്തു എൻ്റെ വീടിൻ്റെ അധികാരിയാന്ന് പറഞ്ഞുകൊണ്ട് വീടിന് ചുറ്റും വേലി കെട്ടാൻ നിങ്ങൾ പഠിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പം മനസ്സുകൊണ്ടെങ്കിലും വാഗൊണ്ട് 91 സങ്കീർത്തനം കൊണ്ട് വേലി കെട്ടിയിരിക്കണം. കുഞ്ഞുങ്ങളുടെ വീട്ടിനകത്ത് നമ്മൾ കൊച്ചു പിള്ളേരുള്ളിടത്ത് എത്ര ബന്ധപ്പെട്ടവരെ അടുപ്പമുള്ളവരാണെങ്കിലും അവരെ ഒറ്റയായിട്ട് ആ കുഞ്ഞിനെ വേറൊരു പുരുഷൻ്റെ അടുക്കലോ വേറൊരു അടുപ്പിക്കരുത്, ഇരുത്തരുത്. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി. ഞാൻ പലരുടെ പ്രാർത്ഥന റിക്വസ്റ്റ് കേട്ടിട്ട് ഞാൻ വളരെ വേദനയോട് പറയുക, കൊച്ചു പിള്ളേർ, ഇന്നസെൻ്റ് ആയിട്ടുള്ള പിള്ളേരെ മിസ്യൂസ് ചെയ്യുന്നതിന് മൃഗങ്ങളെക്കാട്ടും മോശമായിട്ടുള്ള മാന്യന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റും നിൽക്കുന്നതെന്ന് ഓർക്കണം. വീട്ടുകാരാകാം, ചിലപ്പം കൂട്ടുകാരാകാം. ആരെ അടുപ്പിക്കരുത്. കാലം മാറിപ്പോയി. വി ഹാവ് ടു ബി വെരി സ്റ്റേൺ ഇൻ ദീസ് തിങ്സ്. നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിന് തീ കത്തിച്ചുകൊണ്ട് നിൽക്കണം. ഹോപ്പ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, പ്രത്യാശ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ മനുഷ്യന് ഏറ്റവും വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമാണ്. മനുഷ്യൻ്റെ ഹോപ്പ് അല്ലെങ്കിൽ പ്രത്യാശയില്ലെങ്കിൽ ഒന്നുമില്ല. വിശ്വാസം പോലും ഹോപ്പിൽ കൂടാണ് വരുന്നത്. ഒരു ദൈവം അത് പറഞ്ഞു എന്നുള്ളൊരു ചിന്ത ആദ്യം. അത് നടക്കത്തില്ല എന്ന് വരുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ മുഖം അങ്ങോട്ട് മ്ലാനമായിട്ട് നമ്മൾ കണ്ട് നമ്മുടെ തേജസ്സുള്ള മുഖം അങ്ങോട്ട് ഈ പിശാച് ഈമ്പി അങ്ങോട്ട് ഇല്ലാതാക്കുന്ന പോലെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ മക്കളുടെ മുഖത്ത്? പ്രാർത്ഥിക്കുക, ഉണർന്ന് പ്രാർത്ഥിക്കുക.
പരിശുദ്ധാത്മാവ് പറയുന്നത് വെളിപ്പാടിൻ്റെ 21:6 ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ആത്മാവ് അങ്ങനെ തീക്ഷ്ണമായിട്ട് ഇറങ്ങി വരുന്നു. ദാഹിക്കുന്നവന് ഞാൻ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവർക്ക് അത് അവകാശമായി തരും. എന്താണ്? ആദ്യം അന്ത്യമാകുന്ന ക്രിസ്തു അല്ലാതെ എൻ്റെ ഭവനത്തിൽ വേറൊരാൾക്ക് കർത്തൃത്വം ഇല്ല. പറ. നമ്മൾ പലരും എന്നൊരിക്കൽ വന്നിച്ച് പറയും, പ്രയാസം, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അത് പറഞ്ഞ്, ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് ഉടനെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഞാനൊരു വക്കീലാണ്. ഹാവ് യു റിയലി സീൻ എനിപ്പടി? കോർട്ടിൽ നിന്നൊക്കെ ഓർഡർ വന്നു കഴിഞ്ഞാലും അതിന് പോലും പരിമിതിയുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, ഞാനാണ് ആൽഫയും ഒമേഗയും, ഞാൻ ആദ്യം അന്ത്യവും. ഞാൻ അറിയാതെ, എൻ്റെ ഈ ടൈം സ്പാനിനകത്ത് ഞാൻ അറിയാതെ ഒന്നും നടക്കത്തില്ലെന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് വരണം. ദൈവം പറയും, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കലേട്ട് വാ. ഈ അവിടെ ഇവിടെ ഓടി നടക്കുന്ന സ്ത്രീകളോട് ഞാൻ പറയട്ടെ, ഈ വചനം ഞാൻ അയച്ചു തരുന്നത് ജീവൻ്റെ വചനം. അതൊരു 10 പ്രാവശ്യം കേട്ടാൽ തന്നെ അത് വലിയ അനുഗ്രഹം. എൻ്റെ തന്നെ കേൾക്കുന്ന വേറെ എത്രയോ പേരുടെ ഉണ്ട്. കേട്ട് റിപ്പീറ്റഡ്ലി ഒന്ന് തന്നെ പല പ്രാവശ്യം കേട്ട് അത് തലയിൽ ഗ്രഹിക്കണം. ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടുന്ന് ഇവിടുന്ന് 1000 വചനം കേട്ടിട്ട് ഒരൊറ്റ തൈ പോലും വൃക്ഷമായിട്ട് കിളുക്കുന്നില്ല. പുതിയ ദൂതുകൾ. എന്ത് പുതിയ ദൂതാണ് വേണ്ടിയത്? ദൈവം തമ്മിൽ ഇഷ്ടം പോലെ പഴയ ദൂത്, മാറ്റമില്ലാത്ത ദൂത് വേദപുസ്തകത്തിൽ തന്നിട്ടില്ലേ? വെളിപ്പാടിൽ അങ്ങനെ തന്നെ 21:1 ഈ ഹോപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ഈ പ്രത്യാശ എന്നൊക്കെ പറയുമ്പോൾ, മാറായ വെള്ളം മധുരമാക്കാന്ന് പറഞ്ഞാൽ മാറായ വെള്ളം കുടിച്ചു കഴിഞ്ഞ് ചത്തുപോയനല്ല. എന്നും നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രം. വെളിപ്പാട് 22:1 പറഞ്ഞു, വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. എന്താ? ശുദ്ധമായ വെള്ളം സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നാണ് ഉറവിടം. എളുപ്പ വഴിയും കുറുക്ക് വഴിയും ഒന്നും വേണ്ടെന്നേ. ഓരോ അമ്മമാർ വന്ന് ഈ അടുത്ത ദിവസം ഒരമ്മ വന്ന് അവർ നെഞ്ചു പൊട്ടി കരയാണ് അവരുടെ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞ്. മകൾക്ക് മനസ്സിലാവൂല, അവരും പേടിച്ച കഴിയുന്നത്. എത്ര ഭവനങ്ങളിൽ ദൈവസ്നേഹമില്ലാതെ, ദൈവത്തിൻ്റെ വെള്ളത്തിൽ കുളിച്ചു പൊങ്ങാതെ, സ്വന്തം കഴിവിൽ കിടന്ന് ആശ്രയിച്ചിട്ട് കുടുംബം നശിച്ചു പോകുന്നു. എത്ര പേര് സൂയിസൈഡിൻ്റെ വക്കത്ത് നിൽക്കുന്നുണ്ട്. എന്താ? വചനം നിങ്ങളുടെ ഭവനത്തിനകത്ത് കയറി വരൂലേ? ഈ യേശു നിങ്ങളുടെ കുടുംബത്തിനകത്തില്ലേ? അവനെ വിളിച്ചാൽ നമ്മൾ എവിടെ ഇരുന്നാലും അവൻ ഇറങ്ങി വരുന്ന ദൈവമല്ലേ? ഗോഡ് സേസ്, എന്നെ പരീക്ഷിച്ചു നോക്കിയെന്ന് യേശു പറയുന്നുണ്ട്. നമ്മുടെ ജീവിതം വിലപ്പെട്ടതും അതിന് ദൈവത്തിൻ്റെ വില കൊടുത്തിട്ടാണ് ക്രൂശിൽ കയറിയത്. അല്ലാതെ ചെറിയ കാര്യമല്ല. നമ്മൾ ഇച്ചിരി കൂടെ തീക്ഷ്ണമാണ്. ഞാൻ ഒരു ദിവസം ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം ദൈവത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമ്മുടെ പ്രയാസം എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് ഞാൻ നിർബന്ധമായിട്ട് എന്നോട് ആത്മാവ് പറയുന്നു, വിളിച്ചു പറയാൻ, അയ്യോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്തുവോളം ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത് എന്ന്. ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുതെന്ന് അതാ ദൈവം പറയുന്നത്. യെശയ്യാ 54 തോന്നുന്നത്. കർത്താവ് ആത്മാവിൽ അങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു. ആരോടോ എൻ്റെ വചനം കേൾക്കുന്ന ആരുടെയൊക്കെ ഹൃദയങ്ങളിൽ എനിക്കിപ്പോൾ എല്ലാവരുടെയും ടെലിഫോണൊന്നും അറ്റൻഡ് ചെയ്യാൻ ഒക്കൂല. ബിക്കോസ് ഇറ്റ് ടേക്സ് ഓൾ മൈ എനർജി. ബട്ട് ഈ പറയുന്ന വചനം, ഞാനീ പറയുന്നത് ആത്മാവിലാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് മൈ സ്ട്രെങ്ത്. ഈ വചനം വന്ന് കൊള്ളുമ്പം അവിടെ ഒരു ശുശ്രൂഷ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം. 54 അല്ല 62 വരയ്ക്കുന്നത്. ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. വീട്ടിനകത്ത് ദുഷ്ടൻ കയറി നമ്മുടെ പെൺമക്കളെയൊക്കെ മിസ്യൂസ് ചെയ്ത് മ്ലേച്ഛത കാണിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ആരെയാണ് നിങ്ങൾ വിശ്വസിച്ചിട്ടാണ് ഏൽപ്പിക്കുന്നത്? അപ്പൻ്റെ കൂട്ടുകാരനോ അമ്മയുടെ കൂട്ടുകാരനോ? അഴിഞ്ഞു പോകാൻ പറ, വേലി കെട്ടാൻ പഠിക്ക്. ദൈവം പറയുന്നു, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. ദൈവത്തോട് പറയാതെ എങ്ങനെ കാവൽക്കാരെ വെക്കുന്നത്? അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കയില്ല. എന്താണ്? കാവൽക്കാർ മിണ്ടാതിരിക്കണമെങ്കിൽ കഴിവുള്ളവർ വരണം. ഉറക്കം തൂങ്ങി ഇരിക്കുന്നവർക്ക് ആർക്കും എൻ്റെ ഈ വചനം കൊണ്ട് ഒരു പ്രയോജനമില്ല.
യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. യെശയ്യാ 62 അധ്യായം വായിക്കുന്നത്. അവർ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കരുത്. ഇത് ദൈവവചനമാണ്. മതിയൊന്ന് മതി, അറസ്റ്റ് ഹിം ലോർഡ്, ദാറ്റ്സ് ഇനഫ്. ഒരല്പ ധൈര്യത്തോട് പല പ്രാവശ്യം ഞാൻ പറയും, നിങ്ങൾക്ക് ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് കർത്താവേ ആമേനെന്നെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനം വരും. ഇനി ഞാൻ നിൻ്റെ ധാന്യം, ശരിയല്ലേ? രാവും പകലും ഒരു സ്ത്രീ വന്നിച്ച് പറഞ്ഞു, അവർ പുറത്ത് ജോലി ചെയ്തിട്ട് ഭർത്താവ് ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി തിരിച്ചു വന്ന് ആ പൈസ ആർക്കാണ്ട് കടം കൊടുത്തിട്ട് ഇപ്പോൾ അവർക്ക് പൈസ തിരിച്ചു കിട്ടുന്നില്ല. എങ്ങനെ സഹിക്കും പറ? നമ്മൾ കഷ്ടപ്പെട്ട് മരുഭൂമിയിൽ പോയി കിടന്ന് ജോലി ചെയ്ത് വന്നിട്ട് ആ പൈസ നമ്മുടെ നല്ല മനസ്സിന് വേറൊരാൾക്ക് കൊടുക്കുമ്പം അവർക്ക് കാശ് കാണത്തില്ലായിരിക്കും. എങ്ങനെയാണെങ്കിലും നമ്മുടെ ആവശ്യം നടക്കുമോ? ഇതൊന്നും ദൈവത്തിൻ്റെ അല്ല. ഇതൊന്നും കാവൽക്കാരാ എന്തെടുക്കുന്നു എന്ന് ചോദിക്കുക ദൈവം. ഇനി ഞാൻ നിൻ്റെ ധാന്യം, അങ്ങനെയുള്ളവർക്കാ, ഇനി ഞാൻ നിൻ്റെ ധാന്യം നിൻ്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കയില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചു കളയില്ല എന്ന് യഹോവ എൻ്റെ വലങ്കയും തൻ്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു. അതിനെ ശേഖരിച്ചവർ തന്നെ അത് ഭക്ഷിക്കും. യഹോവയെ ഭക്ഷിച്ച അതിനെ സംഭരിച്ചവർ തന്നെ എൻ്റെ വിശുദ്ധ പ്രാകാരങ്ങളിൽ വെച്ച് അത് പാനം ചെയ്യും. പോരെ? എത്ര പേരെ വിളിച്ച് പറയുന്നത്, അധ്വാനിച്ച് എത്ര ഒരു സ്ത്രീ വിളിച്ചിട്ട് അയ്യോ അവർ പുറത്തുനിന്ന് കൊണ്ടുവന്ന കാശ് മുഴുവനും മോൻ ദൂർത്തടിച്ച് കളഞ്ഞിട്ട് അവരെന്നോട് പറയുന്നു, അല്പ സ്വർണം ഉണ്ടായിരുന്നു അതും വിറ്റ് കളഞ്ഞ് ഇപ്പം അവൻ്റെ ഭാര്യ അവനെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുക ഡിവോഴ്സിന്. അവൻ്റെ കയ്യിൽ അവർക്കെന്താ 9 ലക്ഷം രൂപ വേണമെന്ന്. ഞങ്ങൾ എവിടുന്ന് എടുത്തു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാനല്ല യേശുവിൻ്റെ നാമത്തിൽ 2.2 ലക്ഷത്തിന് നിങ്ങളത് നിർത്തിയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അവസാനം കഴിഞ്ഞ ദിവസം എല്ലപ്പോഴും ഇടയ്ക്ക് വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം പിന്നെ 3 ലക്ഷത്തിന് പ്രശ്നം പരിഹരിച്ചെന്ന് വിളിച്ച് സന്തോഷമായിട്ട് പറഞ്ഞു എവിടുന്നേലും ഉണ്ടാക്കി കൊടുക്കാവുന്ന. എന്താ ഞാൻ പറയുന്നത്? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് മുഴുവൻ ദുഷ്ടനെടുത്തുകൊണ്ട് വന്നത് ദൈവത്തിൻ്റെ പ്രത്യാശയുള്ളവരായിട്ട് വിശുദ്ധ വെള്ളത്തിൻ്റെ ജീവ ഉറവയുടെ നടുക്ക് നിന്ന് ജീവിക്കാൻ പഠിക്കണം. അന്നേരമാണ് ദൈവത്തിൻ്റെ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നതെന്നാണ് ദൈവം പറയുന്നത്. സങ്കീർത്തനം 23 പറയുന്നില്ല, അവനെൻ്റെ പ്രാണനെ തണുപ്പിക്കുകയാണ്. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അടുക്കിലേക്ക് അവൻ. ആർക്കാണ് സ്വസ്ഥതയുള്ളത്? ആർക്കെങ്കിലും സ്വസ്ഥതയുള്ളവരെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സുണ്ടെന്ന് ചിന്തിച്ചു, സ്വസ്ഥതയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിന് മുമ്പിലുണ്ടോ? ആർക്കാണ് സ്വസ്ഥതയുള്ളത്? ഇത് ആത്മാവുള്ളവർക്കേ ഉള്ളൂ. എത്ര കുടുംബങ്ങളിൽ ഞാൻ കയറി ഇറങ്ങുന്നുണ്ട്, എത്ര കുടുംബങ്ങളിൽ സത്യം പറഞ്ഞാൽ അവരെല്ലാം വെള്ള തേച്ച ശവക്കോട്ട പോലെ ആയിരിക്കുന്നു. ഞാൻ ഉള്ള സത്യമായി വിളിച്ചു പറയുന്നത്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ വെച്ചോന്നല്ല, എനിക്ക് ദൈവത്തിൻ്റെ വചനമില്ലെങ്കിൽ ഞാനും ആവതിന്നത്. ഞാൻ വചനത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ദൈവം ഇങ്ങനെ ഈ വെള്ളത്തിനകത്തെ ആമ്പൽ പോലെ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഭാരങ്ങളുണ്ട്. പക്ഷേ ഈ ഭാരം നമ്മളെ വിഴുങ്ങാൻ സമ്മതിക്കുന്നില്ല. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക്, അതാണ് എ വാട്ടർ ഓഫ് ഹോപ്പ്. നിനക്കൊരു പ്രത്യാശയുണ്ട്. എൻ്റെ ഇടയന് തെറ്റുപറ്റൂല. എൻ്റെ ഇടയൻ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കും, ഇടയൻ എൻ്റെ കുടുംബത്തെ നോക്കും. പറയാൻ ധൈര്യമുണ്ടോ? ആത്മാവിൽ ബലപ്പെടുക. വെള്ളം ജീവനാണ്, നിത്യമായ ജീവൻ, നിത്യവെള്ളം യേശുവാണ്. അവനിൽ നിന്ന് ജീവനുള്ള ഉറവയായിട്ട് നമ്മൾ ഓരോരുത്തരും അതിൽ കുടുംബമായിട്ട് നിങ്ങളുടെ ഈ ഭവനങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ജീവ ഉറവ ഇന്ന് തുടങ്ങിയിരിക്കുന്നു. നിൽക്കാതെ വണ്ണം അതിന് വേലികെട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാഥ, ജീവൻ്റെ വെള്ളം ഒഴുകാൻ തുടങ്ങി. നിൻ്റെ ആത്മാവ് ഹേമിച്ചുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങൾക്ക് ഈ വെള്ളം ചെന്ന് വിടുതൽ കൊടുക്കുന്ന ദിവസം. അത് നിൻ്റെ നിൻ്റെ തലയിലൊരു കിരീടം, പല കിരീടങ്ങൾ വേദപുസ്തകത്തിന് 2024 കിരീടത്തിൻ്റെ സമയമാണ്. ഞങ്ങൾ അധികാരത്തോടെ പറയുമ്പോൾ പ്രധാന ദൂതൻ, ദൈവത്തിൻ്റെ ദൂതന്മാർ ഓരോ ഭവനത്തിൽ ആഗ്രഹിക്കുന്നവരുടെ അടുക്ക ചെന്ന് ഊരിപ്പിടിച്ച വാളുമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ജോഷുവ പറഞ്ഞപ്പോൾ സൂര്യൻ നിർത്തിയല്ലോ, പിന്നാണ് സൂര്യനെ നിർത്തി പഴയ നിയമത്തിൽ. അതിൽ കൂടുതൽ ശക്തി നമുക്ക് തന്നിട്ടില്ലേ ക്രിസ്തുവിൽ. ആ ദൈവത്തിൻ്റെ ശക്തിയിൽ ഉറച്ചു നിന്ന് കുടുംബമായിട്ട് രക്ഷയുടെ മാർഗത്തിലേക്ക് കയറി വരാൻ ഞങ്ങളെ നീ മാറ്റിയിരിക്കുന്നതിനാൽ സ്തോത്രപശ.
അറസ്റ്റ് ദ എനിമി ലോഡ്. ദ്വാരശക്തി അടിച്ചു മാറ്റിയിട്ട് അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളുടെ മേലെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലെ ഇട്ട് തന്നിരിക്കുന്നതിന് സ്തോത്രം. പുതിയ അങ്കി ധരിപ്പിച്ചതിന് സ്തോത്രം. സ്വർഗസിംഹാസനം തുറന്നിട്ട് അവിടുന്ന് വെള്ളം ഒഴുകുന്നത് ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ശുദ്ധീകരണം കഴിഞ്ഞ് ഒഴുക്കി തരുന്നതിന് നന്ദി പറയുന്നു. അനേക കുടുംബങ്ങൾക്ക് ഇത് വെളിച്ചമാക്കി മാറ്റിയൊരു സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.